കോൺഗ്രസിൽ അടി ഇന്ന് തീരും നാളെ തീരുന്നുള്ള പ്രതീക്ഷയില് നമ്മളിങ്ങനെ കാത്തിരിക്കും. ബട്ട് നോട്ട് ബാക്കിംഗ് നടക്കില്ല. ബിക്കോസ് അവിടെ ഇപ്പൊ നടക്കുന്നത് അടിയല്ല, ഭൂകമ്പ. KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിന്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. റോളുണ്ട്. ഈ ഭൂകമ്പം അത്ര നിസാരല്ല മക്കളെ. സംഗതി നടക്കുന്നത് തൃശ്ശൂരാണ്. കോൺഗ്രസ് നേതാക്കള് മേയർ പദവി കാശ് വാങ്ങി വിറ്റുന്നാണ് കോൺഗ്രസ് കൗൺസിലറുടെ ആരോപണം. എന്റെ പൊന്നെ, നിങ്ങൾ ജയിച്ചതിന് ശേഷമുള്ള ഈ അടിക്ക് ഒരു അന്ത്യല്ലേ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്. ഇപ്പൊ ഗ്രൂപ്പ് ഇല്ലാന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. A ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, പവർ ഗ്രൂപ്പ്, KC ഗ്രൂപ്പ്, VD ഗ്രൂപ്പ്, RC ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു വിശാലമായ ഷോറൂം തന്നെ ഇവിടെ ഉണ്ട്. ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും എല്ലാം കുളം തോണ്ടിന്നാണ് വിമർശനം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഈ കുളം തോണ്ടലിന് ചുക്കാൻ പിടിച്ചത് KC വേണുഗോപാലാണെന്നാണ് കോൺഗ്രസ് കൗൺസിലർ പറയുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇത്രയും വിനയകുനിയനായ ഒരു നേതാവിനെതിരെ എങ്ങനെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തോന്നുന്നു? അതും വെള്ളം ഇട്ട് മൈക്കൊക്കെ കുത്തിയിട്ട് നിലത്തിരിക്കുന്നു. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ കാഴ്ച. മുഖ്യമന്ത്രി കുപ്പായം ഇപ്പോഴേ തയ്ക്കാനും അതിനു വേണ്ട എളുപ്പവഴി തരയാനും ഞങ്ങളുടെ KC സാറിന് അറിയാട്ടാന്ന് ഒരു പക്ഷം. അയ്യടാ, KC സാറിന് മാത്രല്ല ഞങ്ങളുടെ VD സാറിനും ഇതൊക്കെ അറിയാന്ന് വേറൊരു പക്ഷം. ട്രെയിനിൽ ഒപ്പം യാത്ര ചെയ്യുന്ന അപരിചിതയായ സഹയാത്രികയ്ക്ക് ഭക്ഷണം നൽകുന്ന സതീശേട്ടൻ, എന്നിട്ടത് വീഡിയോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന നിഷ്കളങ്കനായ ജനകീയനായ നേതാവ്. ഓ, ലൈക്കിന്റെ ഷെയറിന്റെ അയ്യൊരു കളിയായിരുന്നു. ഇനി നിങ്ങൾ പറയും മുഖ്യമന്ത്രി കസേരയ്ക്ക് ഏറ്റവും യോഗ്യത സതീശേട്ടനല്ലേ? ജസ്റ്റ് നമ്പർ 1 KC, ജസ്റ്റ് നമ്പർ 2 VD, ജസ്റ്റ് നമ്പർ 3 RC. ഇനി അതും കൂടെ വരാണ്ട്. അത് ഇനി എപ്പോഴാണാവോ? മേയർ കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടി എന്തായി? ആ അടി സോൾവ് ആക്കിയിട്ട് ഈ അടി കണ്ടിന്യൂ കേട്ടോ. ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാർ ഇവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജമ്പലനായിരിക്കും. ഒരു വകയ്ക്ക് കൊള്ളാത്ത ആളിനെ കാശും വാങ്ങി മേയറാക്കിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടതാണ് മാഡത്തിന് പറയാനുള്ളത്. ഞാൻ ഇവിടെ 1999 മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വക പ്രതികരണങ്ങൾക്കൊന്നും ഞാൻ മറുപടി നൽകുന്നില്ല. ജില്ലയ്ക്ക് പുറത്തു വരെ, സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. 10-25 കൊല്ലായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഞാൻ. അതും മറ്റു ജില്ലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആള്. എനിക്ക് ആരും ട്യൂഷനും കൊണ്ട് വരണ്ടാട്ടാന്ന് തൃശ്ശൂർ മേയറുടെ മറുപടി. എന്റെ പൊന്നെ, കോൺഗ്രസിന്റെ സ്ത്രീ ശാക്തീകരണം ഇനി നടുറോട്ടിൽ കാണേണ്ടി വരുമോ? തരില്ല, ഞാൻ ഇതാർക്കും തരില്ല. മേയർ കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലിയിൽ അങ്ങനെ നിജി വിജയിച്ചിരിക്കുന്നു. കാശ് വാങ്ങിയിട്ടുള്ള പദവി കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് അതെങ്ങനെയായിരിക്കും അല്ലേ? ഏതെടുത്താലും 2 ആ ഒരു സ്റ്റൈലായിരിക്കും അല്ലേ? അല്ല, കൂടെയുള്ളവരെ ആരോപണം ഉന്നയിക്കുമ്പോ നമുക്ക് സംശയം ഉന്നയിക്കാലോ. ഏത് KPCCയുടെ പ്രൊസീഡിങ്സ് മാനിച്ചിട്ടാണ് എടുത്തത്. ആ തീരുമാനത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് KPCCയെ സമീപിക്കാം. എന്നെ അച്ചടക്ക നടപടിയിലേക്ക് വരികയാണെങ്കിൽ അവരെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ കയ്യിലുണ്ട്. സതീശ് ചേട്ടനൊക്കെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കണത് വെറുതെ ആയിരിക്കോ? വേണമെങ്കിൽ പോക്കറ്റിന് കനം വെപ്പിച്ചോട്ടാ, അല്ലെങ്കിൽ ആ ആഗ്രഹമൊന്നും നടക്കാൻ പോലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം മറ്റൊരിടത്ത് KPCCയുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല. KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കൊച്ചിയിൽ മേയർ തെരഞ്ഞെടുത്തെന്നുള്ള ആരോപണത്തിൽ ദീപ്തി ചേച്ചി ഉറച്ചു നിൽക്കാണ്. കാര്യം ചേച്ചി വോട്ട് ചെയ്യാനൊക്കെ വന്നെങ്കിലും അത് ചുമതല ഏൽക്കണ ചടങ്ങൊന്നും കാണാൻ ചേച്ചി നിന്നില്ല. അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള മനക്കെട്ടില്ല. അതുകൊണ്ടാണ് തല്ലുമാല ഇവിടെ അവസാനിക്കുന്നില്ല ഗൈസ്. ഇതൊരു തുടക്കം മാത്രമാണ്. കോൺഗ്രസ് വന്നു, അടി തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.